കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഏലിയാവ് പ്രവാചകന്റെ ജീവിത ചരിത്രത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഏലിയാവ് എന്ന പേരിനർത്ഥം യഹോവ എൻ്റെ ദൈവം. ഉത്തരരാജ്യമായ ഇസ്രായേലിലെ ഒന്നാമത്തെ വലിയ പ്രവാചകനാണ് ഏലിയാവ്. ചുഴലിക്കാറ്റ് പോലെ പ്രത്യക്ഷപ്പെടുകയും ചുഴലിക്കാറ്റിനാൽ അപ്രത്യക്ഷനാകുകയും ചെയ്ത ഒരു പ്രവാചകനാണ് ഇദ്ദേഹം. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനെ അവതരിപ്പിക്കുകയും ആത്മാവ് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. പ്രവാചകന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഒരക്ഷരവും പറയാതെയാണ് ഏലിയാവിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആഹാബിൻ്റെ ഭരണകാലത്ത് ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിയനായ ഏലിയാവ് ആഹാബിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1-ാം വചനം. സീദോന്യ രാജാവായ യത്ബാലിൻ്റെ മകൾ ഇസബേലിനെ ആഹാബ് രാജാവ് വിവാഹം കഴിച്ചു. അതോടുകൂടി ബാൽ പൂജ ഇസ്രായേലിൽ പ്രബലമായി. രാജാവിൻ്റെ സഹായത്തോടു കൂടി യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലിക്കുകയും ബാലിനും അശൂരയ്ക്കും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും നിയമിക്കുകയും ചെയ്തു. അങ്ങനെ യഹോവയുടെ ആരാധന ഇസ്രായേലിൽ നിർമൂലമാകുകയും അവശേഷിച്ച പ്രവാചകന്മാർ ഭയന്ന് ഗുഹകളിൽ ഒളിക്കുകയും ചെയ്തു. യഹോവയുടെ പ്രവാചകന്മാർക്ക് ഈസബേൽ ഒരു പേടി സ്വപ്നമായി മാറി. ഈ അന്തരീക്ഷത്തിലാണ് നിർഭയത്വത്തിൻ്റെയും തീക്ഷ്ണതയുടെയും പര്യായമായ ഏലിയാവ് ആഹാബിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് മഴ പെയ്യില്ലെന്ന് അറിയിച്ചത്. ആഹാബ് രാജാവിന് ഈ മുന്നറിയിപ്പ് നൽകിയ ശേഷം യഹോവയുടെ നിർദ്ദേശം അനുസരിച്ച് ഏലിയാവ് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരുന്നു. അവിടെ തോട് വറ്റുന്നതുവരെ പ്രവാചകന് കാക്ക അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുത്തു. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 6-ാം വചനം. തോട്ടിലെ വെള്ളം വറ്റിയപ്പോൾ യഹോവയുടെ കൽപ്പന പ്രകാരം ഏലിയാവ് സാരഫാത്തിൽ നിന്ന് ഒരു വിധവയുടെ വീട്ടിൽ പാർത്തു. ഇസബേലിൻ്റെ ജന്മദേശമായ സീദോനിലെ പട്ടണമാണ് സാരഫാത്ത്. പട്ടണവാതിൽക്കൽ ഒരു കനാന്യ വിധവ വിറക് പറക്കുന്നത് കണ്ടു. പ്രവാചകൻ അവളോട് അപ്പവും വെള്ളവും ചോദിച്ചു. ശേഷിച്ച എണ്ണയും മാവും തീർന്നാലുടൻ പട്ടിണി കിടന്ന് മരിക്കുവാൻ അവർ നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. പ്രവാചകന്റെ അപേക്ഷയനുസരിച്ച് വിധവ അപ്പവും വെള്ളവും കൊടുത്തു. തന്മൂലം ക്ഷാമം തീർന്നതുവരെ അവളുടെ കലത്തിലെ മാവ് തീരാതെയും ഭരണിയിലെ എണ്ണ കുറയാതെയും ഇരുന്നു. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 16-ാം വചനം. ആ വിധവയുടെ മകൻ ദീനം വന്ന് മരിച്ചു. ഏലിയാവ് 3 പ്രാവശ്യം കുട്ടിയുടെ മേൽ കവിണ് വീണു ദൈവത്തോട് അപേക്ഷിച്ചു. കുട്ടിയുടെ പ്രാണൻ മടങ്ങി വന്നു, അവൻ ജീവിച്ചു. 3 വർഷവും 6 മാസവും മഴ പെയ്യാതിരുന്നു. ഏലിയാവ് ആഹാബിൻ്റെ മുൻപിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ആഹാബ്, ആറിത് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിന് ഏലിയാവ്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും മാത്രമേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. തുടർന്ന് പ്രവാചകനും ബാലിൻ്റെ 450 പ്രവാചകന്മാരും അശൂരയുടെ 400 പ്രവാചകന്മാരും തമ്മിൽ ഒരു മത്സരം ഏലിയാവ് നിർദ്ദേശിച്ചു. ആഹാബ് ഈ നിർദ്ദേശം അംഗീകരിച്ചു. അഗ്നിയുടെ അതിദേവനാണ് ബാൽ. 2 കാളകളെ കൊന്ന് ഓരോ യാഗപീഠത്തിന്മേൽ വയ്ക്കണം. ഒന്ന് ബാലിനും മറ്റൊന്ന് യഹോവയ്ക്കും. ഏതിനാണോ അഗ്നി താനേ ഇറങ്ങി ദഹിപ്പിക്കുന്നത് ആ ദേവൻ്റെ പ്രജകളാണ് ഇസ്രായേലിയർ. ആദ്യത്തെ അവസരം ബാലിൻ്റെ ആൾക്കാർക്ക് നൽകി. രാവിലെ മുതൽ ഉച്ചവരെ അവർ ബാലിനെ വിളിച്ചപേക്ഷിച്ചു. ബലിപീഠത്തിന് ചുറ്റും തുള്ളിച്ചാടി, സ്വയം മുറിവേൽപ്പിച്ചു രക്തമൊഴുക്കി. ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ ഇത് തുടർന്നു. ഒരു ഉത്തരവും ലഭിച്ചില്ല. അനന്തരം ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം ഏലിയാവ് നന്നാക്കി കാളയെ അതിന്മേൽ വച്ചു. യാഗമൃഗത്തെയും യാഗപീഠത്തെയും വെള്ളം കൊണ്ട് നനച്ചു. ഭോജനയാഗത്തിൻ്റെ സമയത്ത് ഏലിയാവ് പ്രാർത്ഥിച്ചു. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. ഉടനെ സ്വർഗത്തിൽ നിന്നും തീയിറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു.
യഹോവ തന്നെ ദൈവം എന്ന് ജനം ഏറ്റുപറഞ്ഞു. ബാലിൻ്റെ പ്രവാചകന്മാരെ പിടിച്ച് കീശോൻ തോട്ടിനരികെ കൊണ്ടുചെന്ന് അവിടെ വച്ച് വെട്ടിക്കൊന്നു. തുടർന്ന് ഏലിയാവ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മഴ പെയ്യുകയും ചെയ്തു. ബാലിൻ്റെ പ്രവാചകന്മാർ നശിച്ചതോടുകൂടി ആഹാബ് ഭയപ്പെട്ടു. എന്നാൽ അത് ഇസബേലിൽ ഒരു ചലനവും സൃഷ്ടിച്ചില്ല. ഏലിയ പ്രവാചകനെ കൊല്ലുവാനുള്ള പ്രതിജ്ഞ അവൾ എടുത്തു. ഈ പ്രതിസന്ധിയിൽ ഏലിയാവ് അവിടം വിട്ട് ഓടിപ്പോയി. ഏലിയാവിനോടൊപ്പം ഒരു ബാല്യക്കാരൻ ഉണ്ടായിരുന്നു. യഹൂദ പാരമ്പര്യം അനുസരിച്ച് പ്രവാചകനെ അനുഗമിച്ച ഈ ബാല്യക്കാരൻ വിധവയുടെ മകനായിരുന്നു. ബർഷേബയിലെത്തിയ ശേഷം ബാല്യക്കാരനെ അവിടെ വിട്ടിട്ട് പ്രവാചകൻ മരുഭൂമിയിൽ ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാനായി ആഗ്രഹിച്ചു. പ്രവാചകൻ ആകെ തളരുകയും തകരുകയും ചെയ്തു. ഈ അവസ്ഥയിലും ഉറക്കവും ഭക്ഷണവും അത്ഭുതകരമായി ലഭിച്ചു. ആ ഭക്ഷണത്തിൻ്റെ ഉത്തേജനത്തിൽ 40 ദിവസം നടന്ന് ഹോരേബ് പർവ്വതത്തിൽ എത്തി. ഒരു രാത്രി അവിടെ ഗുഹയിൽ കഴിഞ്ഞു. പ്രഭാതത്തിൽ യഹോവ ഏലിയാവിനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. ഉടനെ തൻ്റെ നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ട് യഹോവയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ തീക്ഷ്ണതയെക്കുറിച്ചും ഇസ്രായേലിയരുടെ വിശ്വാസത്യാഗത്തെക്കുറിച്ചും ഏലിയാവ് പറഞ്ഞു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയാവിന് ദൈവത്തിൻ്റെ ഒരു വെളിപ്പാട് ഉണ്ടായി. പ്രകൃതിയുടെ ഭയാനകരമായ വെളിപ്പാടിൽ യഹോവ ഇല്ലായിരുന്നു. തുടർന്ന് ഒരു മൃദുസ്വരത്തിലാണ് യഹോവ പ്രവാചകനോട് സംസാരിച്ചത്. ഏലിയാവ് ദൈവത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞ് പുതപ്പ് കൊണ്ട് മുഖം മൂടി ദൈവനിയോഗത്തിനായി കാത്തുനിന്നു. 3 കൽപ്പനകൾ യഹോവ നൽകി. 1. ഹസായേലിനെ അരാൻ രാജാവായി അഭിഷേകം ചെയ്യുക. 2. നിംഷിയുടെ പുത്രനായ യേഹൂവിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്യുക. 3. ഷാഫാത്തിൻ്റെ മകനായ എലീശയെ തൻ്റെ അനന്തരഗാമിയായി അഭിഷേകം ചെയ്യുക. ഇവയിൽ ആദ്യത്തെ 2 കൽപ്പനകളും നിറവേറ്റിയത് എലീശയാണ്. മൂന്നാമത്തേത് ഏലിയാവ് തന്നെ ചെയ്തു. അരാമിലും ഇസ്രായേലിലും പുതിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന രാഷ്ട്രീയ തകിടം മറിച്ചിലിൽ വിശ്വാസത്യാഗം മതിയായ രീതിയിൽ ശിക്ഷിക്കപ്പെടും. എന്നാൽ പുതിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ കാലം പക്വമായിരുന്നില്ല. ഏലിയാവ് സഞ്ചരിച്ച് ആബേൽ മെഹോലയിലെത്തി. നിലമുഴുതുകൊണ്ടിരുന്ന എലീശയെ കണ്ടെത്തി. ഒരക്ഷരം സംസാരിക്കാതെ തൻ്റെ പുതപ്പ് എലീശയുടെ മേലിട്ടു. പ്രവാചകന്റെ വിളി എലീശ സ്വീകരിക്കുകയും ഭൃത്യനായി ഏലിയാവിനെ ശുശ്രൂഷിക്കുകയും ചെയ്തു. ഈ കാലത്ത് ആഹാബിൻ്റെ പ്രതാപം വർദ്ധിച്ചു വരികയായിരുന്നു. അരാമ്യരിൽ നിന്നുള്ള സൈനിക വെല്ലുവിളികളെ ആഹാബ് സമർത്ഥമായി അഭിമുഖീകരിച്ചു. നഷ്ടപ്പെട്ടുപോയ പട്ടണങ്ങൾ വീണ്ടെടുക്കുകയും ആദായകരമായ വാണിജ്യ ഉടമ്പടികൾ ചെയ്യുകയും ചെയ്തു. കൊട്ടാരം വക ഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കുവാനും ആഹാബ് ശ്രമിച്ചു. ഇസബേലിൻ്റെ സഹായത്തോടു കൂടി നാബോത്തിൻ്റെ മേൽ ദൈവദൂഷണവും രാജദൂഷണവും ചുമത്തി അയാളെ കൊന്നു. അതിനുശേഷം നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാനായി ആഹാബ് പോയി. ആ സമയം ഏലിയ പ്രവാചകൻ ആഹാബിനെ കണ്ടു. ഉടൻ ആഹാബ് ഏലിയാവിനോട്, എൻ്റെ ശത്രുവേ, നീ എന്നെ കണ്ടെത്തിയോ എന്ന് പറഞ്ഞു. നാബോത്തിൻ്റെ വധത്തിന് ശിക്ഷയായി ആഹാബ് വംശത്തിൻ്റെ സമ്പൂർണ്ണ നാശവും ഈസബേലിൻ്റെ നിന്ദയും ഹീനവുമായ മരണവും പ്രവാചകൻ മുന്നറിയിച്ചു. ആഹാബിൻ്റെ ഹൃദയം ഉരുകി. അവൻ അനുതപിച്ചു. തന്മൂലം നാശത്തിൻ്റെ കാലം നീട്ടിവയ്ക്കപ്പെട്ടു. ആഹാബിന് ശേഷം പുത്രനായ അഹസ്യാവ് രാജാവായി. അവൻ്റെ വാഴ്ചയുടെ 2-ാം വർഷത്തിൽ അഹസ്യാവ് മാളികയുടെ കിളിവാതിലിൽ കൂടി വീണ് രോഗിയായി. രോഗത്തെക്കുറിച്ച് അറിയുന്നതിന് എക്രോനിലെ ദേവനായ ബാൽസെബൂലുവിനോട് ചോദിക്കുവാൻ അഹസ്യാവ് ദൂതന്മാരെ അയച്ചു. ദേവദൂതൻ നിയോഗമനുസരിച്ച് ഏലിയാവ് രാജദൂതന്മാരെ കണ്ട് രാജാവ് മരിക്കുമെന്ന സന്ദേശവുമായി അവരെ മടക്കി അയച്ചു. ഈ വിവരം ദൂതന്മാർ അറിയിച്ചപ്പോൾ അഹസ്യാവ് ഏലിയാവിനെ ബന്ധിക്കുന്നതിന് 50 പടയാളികളെ അയച്ചു. ഏലിയാവ് മലമുകളിൽ ഇരിക്കുകയായിരുന്നു. ഏലിയാവ് പ്രാർത്ഥിക്കുകയും ആകാശത്തിൽ നിന്ന് തീയിറങ്ങി അവരെ നശിപ്പിക്കുകയും ചെയ്തു. വീണ്ടും രാജാവ് അയച്ച 50 പടയാളികൾ അടങ്ങിയ ഗണത്തിനും ഇതേ അവസ്ഥയുണ്ടായി. ഒടുവിൽ ഏലിയാവ് രാജാവിൻ്റെ അടുക്കൽ നേരിട്ട് വന്ന് രാജാവിൻ്റെ നാശം വെളിപ്പെടുത്തി. അഹസ്യാവ് കുഞ്ഞുങ്ങളില്ലാതെ മരിക്കുകയും സഹോദരനായ യഹോരാം രാജാവാകുകയും ചെയ്തു. യഹൂദ രാജാവായ യഹോരാം ആഹാബിൻ്റെ മകളെ വിവാഹം കഴിച്ചു. ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു. അവൻ ദുഷ്ടതയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും മരണം പ്രവചിച്ചുകൊണ്ടും ഏലിയാവ് എഴുത്തയച്ചു.
യഹോവ ഏലിയാവിന് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കുവാൻ ഭാവിക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ ഏലിയാവ് എലീശയെ പരിശോധിച്ചു. യെരിഹോവിലേക്ക് പോകുമ്പോൾ എലീശയെ ബേഥേലിൽ തന്നെ താമസിച്ചു കൊള്ളുവാൻ 3 പ്രാവശ്യം ഏലിയാവ് പറഞ്ഞു. 3 പ്രാവശ്യവും ഏലിയാവിനെ വിടുകയില്ലെന്ന് എലീശ നിർബന്ധം പിടിച്ചു. യോർദാനിലെത്തിയപ്പോൾ ഏലിയാവ് പുതപ്പ് കൊണ്ട് വെള്ളത്തെ അടിച്ചു. ഉണങ്ങിയ നിലത്തെന്ന പോലെ അവർ നദി കടന്നു. യോശുവയുടെ കാലത്ത് ഇസ്രായേൽ മക്കൾ നദി കടന്നത് ഇപ്രകാരമായിരുന്നു. യോർദാൻ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുൻപേ ഞാൻ നിനക്ക് എന്ത് തരയണം എന്ന് ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരട്ടെ എന്ന് പറഞ്ഞു. ഇരട്ടി പങ്ക് ആദ്യജാതൻ്റെ അവകാശമാണ്. ആരോഹണ സമയത്ത് ഏലിയാവിനെ കാണുമെങ്കിൽ എലീശയുടെ ആഗ്രഹം സഫലമാകുമെന്ന് ഏലിയാവ് വാഗ്ദാനം നൽകി. അവർ നടന്നു പോകുമ്പോൾ അഗ്നിരഥവും അഗ്നിശ്വരങ്ങളും പ്രത്യക്ഷപ്പെട്ട് അവരെ വേർപിരിച്ചു. ചുഴലിക്കാറ്റിൽ ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ആ സമയത്ത് വിരഹാർത്തനായ ഒരു കുഞ്ഞിനെ പോലെ എലീശ നിലവിളിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളികളും എന്ന് വിളിച്ചു. ഏലിയാവിൽ നിന്ന് വീണ പുതപ്പും എടുത്ത് എലീശ മടങ്ങിപ്പോന്നു. ഉദാത്തമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ഏലിയാവ്. തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം ദൈവനാമത്തിന് വേണ്ടി എരിയുകയായിരുന്നു. ഏലിയാവിൻ്റെ വിശ്വാസത്തെ ഉലയ്ക്കുന്നതിന് യാതൊരു പ്രതിലോക ശക്തികൾക്കും കഴിഞ്ഞില്ല. രാജകീയ അധികാരവും ക്ഷാമവും വരൾച്ചയും പ്രവാചകന്റെ ധൈര്യത്തെ ക്ഷയിപ്പിച്ചില്ല. പാവത്തിൻ്റെ നേർക്ക് ഒടുങ്ങാത്ത രോഷമുണ്ടായിരുന്നു ഏലിയാവിന്. 1 പ്രാവശ്യം പ്രവാചകന്റെ പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി. മൃദുല ഹൃദയനായിരുന്നു ഏലിയാവ്. കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയ വിധവയോട് പ്രവാചകൻ സഹതപിക്കുകയും കുഞ്ഞിനെ ജീവിപ്പിക്കുകയും ചെയ്തു. ഏകാന്ത ജീവിതത്തിലായിരുന്നു പ്രവാചകന് താൽപ്പര്യം. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം നൽകുന്നതിന് മാത്രമായിരുന്നു മനുഷ്യരുടെ മുൻപിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. അത്ഭുതം പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് സ്വീകരിച്ച ശേഷം മനുഷ്യരുടെ ദൃഷ്ടിയിൽ നിന്ന് അപ്രത്യക്ഷനായിരുന്നു. മഹരൂപ മലയിൽ വെച്ച് മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നിര്യാണത്തെക്കുറിച്ച് യേശുക്രിസ്തുവിനോട് സംസാരിച്ചു. ലൂക്കോസ് 9:31. മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാവിൽ ഭാവി തലമുറകളുടെ പ്രത്യാശ ഘനീഭവിച്ചു. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കുമെന്നും ഞാൻ വന്ന ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും എന്നുള്ള വാഗ്ദത്തമാണ് പഴയ നിയമ പ്രവചനത്തിൻ്റെ അന്ത്യവാക്യം.